ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കസാക്കിസ്ഥാൻ ഡയറിയിലെ ലാസ്റ്റ് ഡേ ആണ്, 6th ഡേ. അപ്പോൾ ഇന്ന് എല്ലാവരും മോർണിംഗിൽ കാലത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉഷാറായി. ഇനി നമ്മൾ പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തോട്ടാന്ന് പറഞ്ഞില്ലേ, അതായത് ഗ്രീൻ ബസാറിലോട്ടാണ് നമ്മൾ പോകുന്നത്. കസാക്കിസ്ഥാനിൽ വരുന്നവർ അവിടെ പോവാതെ തിരിച്ചു പോയിട്ടുണ്ടാവില്ല. അത്രയും വലിയ ഒരു മാർക്കറ്റാണ് ഗ്രീൻ ബസാർ. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് ഇനിയുള്ളത്. അതിനു മുന്നായിട്ട് നമ്മൾ ഹോട്ടലിൽ റൂം ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളിന്ന് വൈകുന്നേരം അബുദാബിയിലോട്ട് തിരിക്കും. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഹോട്ടലിൻ്റെ തന്നെ വേറൊരു റൂമിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. എല്ലാവരുടെയും അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നു, ഗ്രീൻ ബസാറിലോട്ടേക്ക് വിടുന്നു. അപ്പം അങ്ങനെയാണ് പ്ലാൻ. ചെറുതോടി മാറിക്കടാ മാറിക്കടാ. അങ്ങനെ ഇന്ന് വെതറൊക്കെ അടിപൊളി വെതറാണ്. ഇന്ന് വെയിലാണ്, മഴയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ നമ്മൾ സുബിൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ്, ഒരുമിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പലരും വണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇനി ഗ്രീൻ ബസാറിൽ വെച്ചിട്ട്, ആ മാർക്കറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടാമെന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. ഒന്ന് നോക്കൂ, ഒന്ന് നോക്കൂ. അതന്നെ മാർക്കറ്റ്. അത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ കണ്ടതല്ല കടകളിൽ, അല്ല വീഡിയോ. ഇനി ചേട്ടൻ്റെ ഗോപുരം എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ബസാർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വരുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കയറി നോക്കി. നമ്മൾ ഒരു കടയിൽ വില ചോദിക്കും, നമ്മൾ അപ്പുറത്തും ചോദിക്കും. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചോദിച്ച് എവിടെയെങ്കിലുമൊക്കെ മേടിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ആ വരുന്ന വഴിക്കുള്ള കടകളിലെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്.
എല്ലാവരും കാര്യമായിട്ട് എല്ലാ കടകളിലും കയറി നോക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം, അതുപോലെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് ചെയ്യണം, അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഇവിടുന്ന് പോകുമ്പോൾ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനം മേടിക്കണം, അങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടി, പിന്നെ ഓഫീസിൽ ഗിഫ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഈ കടകളിൽ ഇങ്ങനെ മാറി മാറി കയറി നോക്കുന്നത്. ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ഇഷ്ടപ്പെടുന്നത് മേടിക്കുന്നുണ്ട്, അല്ലാത്തവർ എല്ലാ കാഴ്ചയും കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ സാധനങ്ങൾ ഒക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇവരുടേതായ കുറേ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരും, ഈ കടയിലാണോ വിലക്കുറവ്, ആ കടയിലാണോ വിലക്കുറവ്. എവിടെ പോയാലും ഒക്കെ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവർ ഏതാണ്ട് നമുക്ക് വലിയ ബാർഗെയിനൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിയിലൊക്കെ നമ്മൾ കുറച്ച് 2-4 സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാർഗെയിൻ ചെയ്യണതിന് ഒരു എന്താ പറയുക കിട്ടും, വില ഒന്നുകൂടി വേണമെങ്കിൽ കുറഞ്ഞ് കിട്ടുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഏണസ്റ്റിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം, ടീച്ചറിന് എന്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്ത് മേടിക്കണം, പൗച്ച് മേടിക്കണോ, മിറർ മേടിക്കണോ, പെന്ന് മേടിക്കണോ. You are from? Kerala, India. India. BBC. Thank you. Agaya. Golden. Okay, bye. Давайте. 엄마 파우치 넣고 파우치. 엄마. 파우치 넣고 파우치. 파우치.
അങ്ങനെ നമ്മളിതാ ഈ ഗ്രീൻ ബസാറിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. എൻട്രൻസ് ഇതാണ്, വേറെയും വഴികളുണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ഈ ഫ്രണ്ട് എൻട്രൻസിലൂടെ അങ്ങനെ കയറിയാണ്. ഒരു വിശാലമായ ഒരു ലോകമാണ്. എന്താ പറയുക, ഉപ്പോട്ട് കർപ്പൂരം വരെ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് നട്ട്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഭാഗത്താണ്. അപ്പോൾ എല്ലാവർക്കും അവർ ലാവിഷായിട്ട് തരുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ കുറേ നോക്കുമ്പോൾ നമ്മൾ UAE വെച്ച് നോക്കുമ്പോൾ ഇവിടെ നട്ട്സിനൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി വില കുറവുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ വില കൂടുതലുള്ള നട്ട്സൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്, നമ്മളത് മേടിച്ച് കഴിക്കുന്നുണ്ട്, നമ്മുടെ വിശപ്പും മാറും, അവർക്കത് ഹാപ്പി ആവുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള നടപ്പ്. അപ്പോൾ എന്താ പറയുക, വെറൈറ്റി നട്ട്സുകൾ പല തരത്തിലും നിറത്തിലും മണത്തിലും രുചിയിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് ബാർഗെയിൻ ചെയ്യണം. അപ്പം നമുക്ക് കുറച്ച് വിലക്കുറവിൽ അവർ തരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ നമ്മൾ എല്ലാ കടകളിലും കയറി പറഞ്ഞോണം വില അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളൊരു സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത്. അവർ നമ്മളെല്ലാവരെയും മാടി പിടിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ. അപ്പോൾ ഈ ഏരിയ ആണ് കേട്ടോ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത്. ഫുള്ളും ഡ്രൈ ഫ്രൂട്ട്സാണ്, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണുള്ളത്. എന്തായി ചേട്ടൻ വല്ലതും മേടിച്ചാ? കൽക്കണ്ടല്ലേ? ഇത് മേടിക്കാം, ഞാൻ പാർത്തുണ്ടോ 1 kilo 7,000. 1 kilo, how many numbers? One packet. What is this? Mix. 1, 2, 3, 4. Çilaza mix. 5,000? 6,000. Oh, 1,000. We are tourists. ഞാനെടുക്കാം. We will buy. അങ്ങനെ നട്ട്സുകളുടെ വിലകളും പിന്നെ ടേസ്റ്റൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കണ്ട് നീങ്ങുമ്പോൾ പിന്നെ ഫ്രൂട്ട്സുകളാണ് കേട്ടോ. വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ UAEയിലും കാണുന്ന തന്നെയാണ്. എന്നിരുന്നാലും നല്ല ഫ്രൂട്ട്സുകൾ ഇവിടെ കാണാനുണ്ട്. നമുക്ക് അവരപ്പോൾ വേണമെങ്കിൽ ജ്യൂസൊക്കെ അടിച്ച് തരും കേട്ടോ. അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ ഇനി ആ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനെയുള്ള സെക്ഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ദ സ്വീറ്റ്സ്, ഇതൊക്കെ നമ്മൾ ജോർജിയയിൽ കണ്ടാണ്. പക്ഷേ അന്ന് നമുക്ക് മേടിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇവിടുന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറേ വെറൈറ്റി സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെയുള്ളത്. എന്താ പറയുക, കുറേ ഫ്രൂട്ട്സുകളും ജ്യൂസുകളും ഫ്രഷ് ജ്യൂസും ഒക്കെയാണ് ഇവിടെ. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ജ്യൂസായിട്ട് അടിച്ചു തരും. പിന്നെ കുറേ അടിച്ചു വെച്ചത് അവിടെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഫ്രൂട്ട്സും സ്വീറ്റ്സും നട്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഗ്രീൻ ബസാർ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്താ പറയുക, വീഡിയോ എടുത്ത് നടന്നാലും തീരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി നമ്മൾ ഫിഷ്, മീറ്റ് അതിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നത് കൊണ്ട് ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും.
അപ്പോൾ ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ ഈ ഗ്രീൻ ബസാറിൽ. നമ്മൾ കാണാത്ത പല പല വെറൈറ്റി സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.